ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈവനിങ് റൂട്ടീനായിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളും അതിനൊപ്പം തന്നെ നമ്മുടെ പാലക്കാടൻ സേവ, എങ്ങനെയാണ് പാലക്കാട് സേവ ഉണ്ടാക്കണമെന്നുള്ള കാര്യങ്ങളും സേവ ഉണ്ടാക്കുന്ന ഫുഡും ഫുഡും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. എല്ലാവരും തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഒരു 3:30 ആകുമ്പോഴത്തേന് എൻ്റെ ഒരു ഈവനിങ് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോഴാണ് കണ്ണൻ 3:45 ആകുമ്പോഴാണ് കേട്ടോ കണ്ണൻ വരിക. അപ്പോൾ ഞാൻ 3:30 മണിയാകുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി ഉറങ്ങുമൊന്നുമില്ല. ഞാൻ എന്തായാലും ഉച്ചയ്ക്ക് ഉറങ്ങണ ശീലേ ഇല്ല. പക്ഷെ എന്നാലും കുറച്ച് നമ്മൾ ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഫ്രഷായിട്ട് അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ അവൻ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ബാഗൊന്നും എൻ്റെ അടുത്ത് തരാതെ പോവുകയാണേ. അപ്പോൾ അവൻ വന്നു കഴിയുമ്പോഴാണ് ശരിക്കും എൻ്റെ ഈവനിങ് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ യൂണിഫോമൊക്കെ മാറ്റുക, പിന്നെ അവനുള്ള ഫുഡ് എന്തെങ്കിലും കൊടുക്കുക. ചില ദിവസം ഫുഡൊന്നും വേണ്ടാന്ന് പറയും, ചില ദിവസം എന്തായാലും നിർബന്ധിച്ച് ഫുഡ് കൊടുക്കും കേട്ടോ. കാപ്പി മാത്രമേ ചില ദിവസം കുടിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ അവൻ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ന് രാവിലെ തുണി മടക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്തിരി വെയിൽ കണ്ടപ്പോൾ ഉള്ള തുണിയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മടക്കിയും കൊണ്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. അപ്പോഴാണ് അവൻ വന്നത്. അപ്പോൾ ഞാൻ ബാക്കി തുണി കൂടി ഒന്ന് മടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ യൂണിഫോം മാത്രം ഒഴിച്ചിട്ട് അവനവിടെ നിർത്തിക്കായിരുന്നു. പിന്നെ അതിനിടയിൽ കൂടെ വന്ന് തന്നെ കൊഞ്ചെണ്ണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ തുണി അവിടെ മടക്കാതെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ കളി മൊത്തം ആ തുണിയിലായിരിക്കും. അപ്പോൾ ഞാൻ അതൊന്ന് മടക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം തുണിയൊക്കെ ഒന്ന് മടക്കി വെച്ചു. പിന്നെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് ചായ വെക്കുക. ചായ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യാൻ പോകുള്ളൂ. വൈകിട്ട് എന്തായാലും ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ലഞ്ച് ബോക്സസും അതുപോലെ ഇവർ ഈവനിങ്ങിൽ വന്ന എന്തെങ്കിലും ഫുഡ് കഴിക്കുന്ന പാത്രങ്ങളും അതുപോലെ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പാത്രങ്ങളൊക്കെ കഴുകി അടിച്ചുവാരി തുടയ്ക്കേണ്ട ദിവസമാണെങ്കിൽ തുടയ്ക്കും, തുടയ്ക്കേണ്ടാത്ത ദിവസമാണെങ്കിൽ തുടയ്ക്കില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഇടവിട്ടിട്ടാണ് തുടയ്ക്കാറ്. അപ്പോൾ ഇന്ന് തുടയ്ക്കേണ്ട ദിവസമാണ്. അപ്പോൾ ഇന്ന് തുടയ്ക്കേണ്ട പണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് അവന് 2 ദോശ ഇട്ട് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകില്ല, അധികം ടിഫിൻ തന്നെയാണ് കേട്ടോ അവൻ കൊണ്ടുപോകാറ്. അധികം എന്നല്ല, എപ്പോഴും ടിഫിൻ തന്നെ. എന്താ വെച്ചാൽ അവൻ ചോറ് കൊണ്ടുപോയി കഴിക്കില്ല. ചിലപ്പോൾ ഞാൻ രാവിലെ കുറച്ച് ചോറ് വാരി കൊടുക്കും, അല്ലെങ്കിൽ വൈകിട്ട് കുറച്ച് ചോറ് വാരി കൊടുക്കും കേട്ടോ. കൊണ്ടുപോയിട്ട് അവൻ കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ പിന്നെ വൈകിട്ട് വന്നാൽ ചോറോ ദോശ എന്തെങ്കിലും ചുട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ദോശയൊക്കെ ചുട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈകിട്ട് ടിഫിനൊക്കെ ഉണ്ടാക്കുന്നത് വരെ അവരവിടെ ഇരുന്നോളൂ. പിന്നെ അവർക്ക് വിശക്കുന്നുള്ളൊരിതില്ല. അപ്പോൾ എനിക്ക് സമാധാനത്തിൽ പണിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ രാവിലെ അത് മാവൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അവന് വേഗം ദോശയൊക്കെ ചുട്ടു കൊടുത്തു. പിന്നെ പിള്ളേരെ വലിയവരൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ടിഫിൻ കൊണ്ടുപോകണമെങ്കിൽ അവർ ചോറ് കൊണ്ടുപോയ ദിവസം അവർ കാപ്പി കുടിച്ചിട്ട് ട്യൂഷന് പോകട്ടെ, അങ്ങനെ ചെയ്യാറ്. അപ്പോൾ അവരൊക്കെ എത്രയുള്ളൂ, അവരൊക്കെ എത്തുമ്പോൾ ഒരു 4:30 മണിയൊക്കെ ആവും. അപ്പോൾ അവരൊക്കെ എത്തുമ്പോഴത്തേനും ഞാൻ വേഗം അടിച്ചു വാരി തുടയ്ക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അടിച്ചു വാരും തുടയ്ക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ആ കിച്ചണൊക്കെ നീറ്റായി കിടക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവർ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവരുടെ ലഞ്ച് ബോക്സസൊക്കെ കഴുകാനോ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അടിച്ചു വരുമ്പോൾ അവൻ്റെ ക്രയോൺസൊക്കെ കിട്ടണേന് കേട്ടോ ഞാൻ അവനെ ചീത്ത പറയുകയാണ്. അപ്പോൾ അവൻ നോക്കുകയാണ് ക്രയോൺസ് ആണോ എന്നൊക്കെ. ക്രയോൺസൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ അതിന് ഞാൻ ചീത്ത പറയുമായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെയാണോ, നിങ്ങളുടെ വീട്ടിൽ ചെറിയ പിള്ളേരൊക്കെ അങ്ങനെയാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അടിച്ചു വരുന്ന സമയത്ത് ഫ്രണ്ടിലിട്ടോ രാവിലെ ഇട്ട കോലമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വൈകിട്ട് തന്നെ അടിച്ചു വാരും. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് കോലമൊക്കെ അടിച്ചു വാരി പിന്നെ കഴുകി വിട്ടിട്ടൊക്കെ സമയം രാവിലെ പെട്ടെന്ന് പോകും കേട്ടോ. അപ്പോൾ ഞാൻ വൈകിട്ട് അടിച്ചു വരുമ്പോൾ തന്നെ കോലം ഇട്ടതൊക്കെ അടിച്ചു വാരിയിട്ട് കളയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ രാവിലെ നമുക്ക് സ്കൂൾ ടൈമിൽ ഇതൊക്കെ ഒരു 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് രാവിലെ തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് തന്നെ ഞാൻ അടിച്ചു വരുമ്പോൾ കോലമൊക്കെ അടിച്ചു വാരും. പിന്നെ രാവിലെ ഒന്ന് എണീച്ച് കഴുകി വിട്ടാൽ മതി, എന്നിട്ടാണ് പിന്നെ കോലം ഇടാറ് കേട്ടോ. അതുപോലെ തന്നെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. പിന്നെ ഒന്ന് തുടയ്ക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ തുടയ്ക്കുമ്പോഴും എല്ലാം അവിടെ ഒന്ന് തുടച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടൊക്കെ ഞാൻ തുടയ്ക്കാറ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ദിവസം ഇടപെട്ട് അങ്ങനെ തുടയ്ക്കണതുകൊണ്ട് അധികം ഒന്നിച്ച് അങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും വരാറില്ല. എല്ലാ ദിവസവും ഞാൻ അടിച്ചു വരുമ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ മാറ്റി അടിച്ചു വരും. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ സോഫ നീക്കിയിട്ടും അങ്ങനെയൊക്കെ അടിച്ചു വാരി തുടയ്ക്കാനാട്ടോ ചെയ്യുക. അതുകൊണ്ട് പിന്നെ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരില്ല. എന്നാൽ തന്നെ ഇവിടെ നന്നായിട്ട് പൊടിയും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇത് റോഡ് സൈഡ് തന്നെ വീടായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡസ്റ്റ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാൻ അതുകൊണ്ട് എപ്പോഴും അടിച്ചു വരുമ്പോൾ മാറാലുണ്ടോ അല്ലെങ്കിൽ പൊടി ഡസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അന്നന്ന് തന്നെ വൃത്തിയാക്കി ഇടും കൊണ്ട് ഒരുപാട് അങ്ങനെ ചേരാറില്ല കേട്ടോ. അപ്പോൾ അടിച്ചു വാരലും തുടയ്ക്കലൊക്കെ
അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ ഗ്രൈൻഡറിൽ മാവ് അരയ്ക്കാനുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സേവയ്ക്കുള്ളതും അതുപോലെ തന്നെ പിറ്റേന്നേക്കുള്ള ഇഡ്ഡലിക്കുള്ള മാവൊക്കെ അരയ്ക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് ഈ ജോലികളൊക്കെ നടക്കുമ്പോൾ തന്നെ മാവൊക്കെ അരയ്ക്കാൻ ഇടുകയാണെങ്കിൽ എനിക്ക് ഈ അടിച്ചുവാരലും തുടയ്ക്കലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും എൻ്റെ അരിയൊക്കെ അന്ന് അരഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിനൊപ്പം തന്നെ ഞാനിതാ ഗ്യാസ് സ്റ്റവും അതുപോലെ ഇവരുടെ ലഞ്ച് ബോക്സും ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കിച്ചണൊക്കെ ക്ലീനായി കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വിളക്ക് വെക്കണം, മേല് കഴുകണം. അപ്പോൾ ഇന്ന് ഞാൻ സേവ പണിയൊക്കെ ആയതുകൊണ്ട് ഞാനിന്ന് മേല് കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അത് കുറച്ച് റിസ്ക്കുള്ള പണി ആയതുകൊണ്ട് തന്നെ വൈകിട്ട് മേല് കഴുകൽ നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കാൽമുഖമൊക്കെ കഴുകിയിട്ട് വിളക്ക് വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മാവൊക്കെ അരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വൈകുന്നേരത്തുള്ള ഫുഡ് ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിളക്ക് വെക്കുന്നതിന് മുമ്പ് അരി ഉഴുന്നൊക്കെ അരച്ചതും അതുപോലെ സേവയ്ക്ക് അരച്ചതൊക്കെ ഒന്ന് മാറ്റിയിട്ട് മാവൊക്കെ എടുത്ത് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ കുക്കിങ്ങിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് സേവയാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സേവ ഉണ്ടാക്കുന്നത് പാലക്കാട് പിന്നെ ഈ നൂൽപുട്ട് ഇടിയപ്പം അങ്ങനെയുള്ളതിനേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടം സേവയാണ് കേട്ടോ. അപ്പോൾ സേവ ഉണ്ടാക്കലാണ് ഇവിടെ പണി. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പീച്ചണതും അങ്ങനത്തെ ഒന്നുമില്ല. നമ്മളിങ്ങനെ കയ്യിൽ അമർത്തി പീച്ചണ സേവനാഴി പിന്നെ ഇങ്ങനെ തിരിക്കണ സേവനാഴിയൊക്കെ ഇപ്പോൾ പിന്നെ പുതിയ മോഡലൊക്കെ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ സേവ ഉണ്ടാക്കണം നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ് കേട്ടോ. അതും ഒരു വീട്ടിൽ തന്നെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ 1-2 പേരൊക്കെ ഉണ്ടാവില്ല. അന്നൊക്കെ പിന്നെ ജോയിൻറ്റ് ഫാമിലി ആകുമ്പോൾ ഒരാൾ സേവയ്ക്ക് അരയ്ക്കും, ഒരാൾ വിരകും, അതുപോലെ തന്നെ ഒരാൾ പീച്ചും അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഇപ്പോൾ ഒന്നും അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പാലക്കാട് ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ ഒരു ഏരിയ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ സേവ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കാണെങ്കിൽ അങ്ങനെയൊന്നും അത്രയ്ക്കൊന്നും പണിയെടുക്കണ കുട്ടികളൊന്നും ആയിരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിലുണ്ടാക്കണത് വളരെ കുറവാണ്. അധികം ആൾക്കാരും വീട്ടിലുണ്ടാക്കാൻ നിൽക്കണില്ല. അത് കഴിച്ച് ശീലിച്ചവർക്ക് പിന്നെ കഴിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്നത് കുറഞ്ഞിട്ട് ഒരുപാട് ഷോപ്പുകൾ സേവ ഉണ്ടാക്കുന്ന കടകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഓരോ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സേവയാണ്. പക്ഷെ നമുക്കിങ്ങനെ പുറത്തുനിന്ന് വാങ്ങിയിട്ടൊന്നും എന്തെങ്കിലും വെയ്യാത്തപ്പോൾ അല്ലെങ്കിൽ കഴിക്കണം എന്നിങ്ങനെ തോന്നുമ്പോൾ വെയ്യാന്ന് തോന്നുകയാണെങ്കിൽ വാങ്ങാറൊക്കെ ഉണ്ട്. പക്ഷെ നല്ല റേറ്റാണ് കേട്ടോ. 1 കിലോന് തന്നെ എത്ര 60 രൂപ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കുകയാണ് ഈസി. വീട്ടിലിപ്പോൾ നമുക്ക് 1 കിലോ അരി ഇടുകയാണെങ്കിലും കൂടി നമുക്ക് എങ്ങനെ ഒരു 5-8 ആൾക്കാർക്ക് കഴിക്കാനുള്ള സേവ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അരച്ചിട്ട് തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ ഇങ്ങനെ നൂൽപുട്ടൊക്കെ ആണെങ്കിൽ പൊതുവേ ഇങ്ങനെ ഉണ്ടാക്കുന്നവരിങ്ങനെ അരിപ്പൊടി ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടാണല്ലോ ഉണ്ടാക്കുക. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനത്തെ പരിപാടിയേ ഇല്ല. ഈ സേവ എന്ന് പറഞ്ഞാൽ അരി അരച്ച് ഉണ്ടാക്കാൻ. അപ്പോൾ നൂൽപുട്ടാണെങ്കിൽ ഞങ്ങൾ അരി അരച്ചിട്ട് അങ്ങനെ അരി അരയ്ക്കും. അപ്പോൾ നമ്മൾ പൊന്നിയരി ആണെങ്കിൽ അങ്ങനെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയാം കേട്ടോ. പൊന്നിയരി ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സേവയുടെ അരി തന്നെ ഇവിടെയൊക്കെ മാർക്കറ്റിലും അതുപോലെ ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ സേവയുടെ അരി വാങ്ങിയിട്ട് നമുക്ക് എത്ര ആവശ്യമൊന്നനുസരിച്ച് അത് കുതിർക്കാനായിട്ട് വെക്കുക. പിന്നെ ഒരു 2-3 മണിക്കൂർ കുതിർന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് നൈസായിട്ട് ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കണം കേട്ടോ. അരച്ചതിന് ശേഷം കുറച്ച് നന്നായിട്ട് എണ്ണ ഒഴിച്ച് അരയ്ക്കണ സമയത്ത് തന്നെ ഉപ്പിട്ട് അരച്ച് വാങ്ങിയിട്ട് അതുപോലെ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മളത് നന്നായിട്ട് വിരകി എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടില്ലേ നന്നായിട്ട് വിരകി എടുത്തതിന് ശേഷം വിരകി എടുക്കുമ്പോൾ നമുക്കങ്ങനെ കയ്യിൽ ഒട്ടാത്ത പോലെ ഇങ്ങനെ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് പോലെ ഒട്ടാത്ത പോലെ കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ പാകം. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മളതിനെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോരോ കുഴക്കട്ടയായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാനിങ്ങനെ ഹൽവ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹൽവ അങ്ങനെ എന്താ മസ്കോത്ത് ഹൽവ, തിരുനെൽവേലി ഹൽവ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒരു കഷ്ണം മുറിച്ച് കഴിക്കുകയാണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വിശക്കൊക്കെ ചെയ്യുമല്ലേ, അപ്പോൾ നമ്മൾ കഴിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതാ കൊഴുക്കട്ടൊക്കെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടായി വരുന്ന സമയത്ത് അല്പം ചൂടുള്ളപ്പോൾ തന്നെ നമ്മൾ അതിനെയൊക്കെ കുഴച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ വിരകിയത് തന്നെ നമുക്ക് ഇടിയപ്പം പീച്ചണ ഇതിൽ അങ്ങനെ ഇട്ട് പീച്ചുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. നമ്മളിപ്പോൾ സേവനാഴിയിൽ പീച്ചുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് വലിയ ഉരുളയായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം സേവനാഴിയിൽ ഇട്ടിട്ട് പീച്ചാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ എങ്ങനെയാണ് സേവനാഴിയിൽ പീച്ചണേന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പാലക്കാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സേവ അത്രയ്ക്ക് ഫേമസ് അല്ല എന്നാണ് എൻ്റെ തോന്നൽ. ഇനി ശരിയാണ് ഉണ്ടോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഉണ്ടെന്ന് ഇല്ലെങ്കിലാണെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഞാനിങ്ങനെ കേട്ടിരിക്കുന്ന ഇടിയപ്പം അല്ലെങ്കിൽ എന്താണ് നൂൽപുട്ടൊക്കെ അങ്ങനെയായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ഭാഗത്താണ് സേവ അത്രയ്ക്ക് ഫേമസ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ബാക്കി ഞാനിങ്ങനെ പീച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വിരകിയ മാവ് ഇങ്ങനെ പീച്ചണതിലിട്ടിട്ട് നമ്മൾ പീച്ചണമെങ്കിൽ നമുക്ക് ഇടിയപ്പം അല്ലെങ്കിൽ നൂൽപുട്ട്
നൂൽപുട്ടൊക്കെ അങ്ങനെയും പീച്ചാട്ടോ. നമുക്കിങ്ങനെ അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കണ നൂൽപുട്ട് ഇടിയപ്പം ഒന്നും അങ്ങനെ വീട്ടിൽ അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അവർ ചെറുപ്പം മുതൽ കഴിച്ച് ശീലിച്ചതുകൊണ്ടായിരിക്കാം നമുക്ക് ഇങ്ങനെ അരി അരച്ചുണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ പീച്ചാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വേവിക്കില്ല, ഇട്ടിപ്പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ആ കൊഴുക്കട്ടയൊക്കെ വേവിച്ച് വെന്തതിന് ശേഷം ഇതെങ്ങനെ നമ്മൾ ഇതാണ് കേട്ടോ സേവനാഴി. ഈ സേവനാഴിയുടെ ഉള്ളിലോട്ട് ഇങ്ങനെ ഓരോ ബൗൾസ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിൻ്റെ പിടിയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ പിടിക്കൂട്ടോ, അതിങ്ങനെ നീങ്ങി പോവാതിരിക്കാൻ. ഇതല്ലാതെ തന്നെ ഒരുപാട് വെറൈറ്റിയിലുള്ള സേവനാഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സേവനാഴിയൊക്കെ 10-20 വർഷമൊക്കെ പഴക്കമുണ്ടെന്നാണ് തോന്നണേ കേട്ടോ. അപ്പം നമ്മളൊന്ന് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത ജനറേഷനൊക്കെ യൂസ് ചെയ്യുമല്ലോ. പാക്കേട് കൂടാതെ നോക്കുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് കുറേ വർഷം നിൽക്കും കേട്ടോ. ഇതിൻ്റെ സ്ക്രൂ ചിലപ്പോൾ ലൂസാവുകയാണെങ്കിൽ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഇത് എൻ്റെ സേവനാഴി എൻ്റെ അമ്മയുടെ എന്നാണ് തോന്നുന്നത് കേട്ടോ. എൻ്റെയൊക്കെ ഞാൻ കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കഴുകാൻ മറന്നിട്ടൊക്കെ വെച്ചിട്ട് എൻ്റെ 1-2 പ്രാവശ്യം കേട് വന്നപ്പോൾ അമ്മ തന്നു വിട്ടതായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കുറേ വർഷം പഴക്കമുള്ള സേവനാഴിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇട്ടതിന് ശേഷം അപ്പോൾ പീച്ചുമ്പോൾ നമുക്കിതിന് കൂടെ ഇങ്ങനെ സേവ വരികയാണ് കേട്ടോ ചെയ്യുക. പിന്നെ ഇത് നമുക്ക് അങ്ങനെ കഴിക്കുക. ഇതിൽ തന്നെ നമുക്ക് ലെമൺ സേവ, അതുപോലെ തന്നെ മഞ്ഞ കളറിലുള്ള സേവ, വൈറ്റ് കളറിലൊക്കെ നമുക്കിങ്ങനെ താളിപ്പ് മാറ്റിയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളിങ്ങനെ അരി അരച്ചിട്ട് ഉണ്ടാക്കുന്ന സേവ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സേവയൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും ഇങ്ങനെ വിശേഷ ദിവസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഈ സേവയാണ് കേട്ടോ. സേവയാകുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് തന്നെ റെഡി ആക്കിയിട്ട് നമ്മളിത് സേവയൊക്കെ പീച്ച് വെക്കുകയാണെങ്കിൽ വൈകിട്ടൊക്കെ നമുക്ക് ഫ്രീ ആയിരിക്കും കേട്ടോ. വൈകിട്ടൊക്കെ എങ്ങോട്ടെങ്കിലും പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനും ഉത്സവം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഞങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ സേവയായിരിക്കും. സേവയും സാമ്പാർ, സേവ ഇഷ്ടു, അങ്ങനെയൊക്കെ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അതിന് ഇന്ന് നമുക്കിവിടെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇഷ്ടത്തിനുള്ള സവാളയും അതുപോലെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കുക്കർ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടത്തിന് പിന്നെ അതൊക്കെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങയിൽ ഇഞ്ചി അരച്ചൊഴിക്കാം, അല്ലെങ്കിൽ ഇതിനൊപ്പം തന്നെ ഇഞ്ചി ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സേവയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സേവയൊക്കെ ആണെങ്കിൽ നേരത്തെ കുറച്ച് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് രാത്രിയൊക്കെ കുറച്ച് ഫ്രീ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആ കുക്കറൊക്കെ വിസിൽ വരുന്ന സമയം കൊണ്ട് ഗ്രൈൻഡർ കഴുകിയിട്ടുണ്ടായിരുന്നില്ല, മാവ് എടുത്തിട്ട് അങ്ങനെ വെച്ചിട്ട് പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രൈൻഡറൊക്കെ കഴുകാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണത്തെ പണിയൊക്കെ കഴിയുന്നതിനുള്ളിൽ അതൊക്കെ ഒന്ന് കുതിർന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ സേവയുടെയും പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടമൊക്കെ വിസിൽ വന്നിട്ടുണ്ട്. മാവൊക്കെ പിറ്റേന്നേക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാൻ. സേവയ്ക്ക് ഇടുന്ന ദിവസം തന്നെ അധികം നമുക്ക് ഇഡ്ഡലിക്കൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ ഗ്രൈൻഡർ ഒരു പ്രാവശ്യം കഴുകിയാൽ മതി. പിറ്റേത്തേക്കും കൂടി മാവ് അരച്ചിട്ട് ഒന്നിച്ച് കഴുകണം. അങ്ങനെ ഇട്ട് ചേർപ്പം ബാക്കിയുള്ള മാവ് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വൈകുന്നേരത്തുള്ള വിശേഷങ്ങളൊക്കെ പോവാറ് കേട്ടോ. പിന്നെ ഇതിനിടയിൽ പിന്നെ ഒന്ന് ടെറസിൽ ചെടിയിൽ വെള്ളം ഒഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ അതൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതന്നെ ഒരുപാട് ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ആക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ അത് സേവ ഇഷ്ടമൊക്കെ ആയിട്ടുണ്ട്. ഇഷ്ടമില്ല തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചിട്ടുണ്ട്. ഉപ്പുകൂടിയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഇഷ്ടം റെഡി. ഇപ്പോൾ വൈകിട്ടത്തുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇഷ്ടം സേവയും ഇതുവരെ എങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതിന് ശേഷം സേവയ്ക്ക് താളിപ്പ് കൊടുക്കണം കേട്ടോ. അപ്പോൾ താളിപ്പാണ് ഇതിൽ മസ്റ്റ്. നമ്മളിതിൽ കടുക്, അതുപോലെ ഉഴുന്ന് പരിപ്പ്, കരിവേപ്പിൻ്റെ ഇല, വറ്റൽമുളക്, അതുപോലെ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇടണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടാം കേട്ടോ. അപ്പോൾ ഇഷ്ടത്തിന് വെള്ള കളർ സേവയാണ് കോമ്പിനേഷൻ. അതുപോലെ സാമ്പാറിനൊക്കെ നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇടുകയാണെങ്കിൽ ലെമൺ സേവയാക്കാം. പിഴിഞ്ഞ് ലെമൺ സേവയാക്കാം. ലെമൺ സ്കിപ്പ് ചെയ്തിട്ട് സാധാ മഞ്ഞ സേവയും സാമ്പാറും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ സേവ അങ്ങനെ താളിച്ച് കൊടുത്തിട്ട് നമ്മൾ സേവയൊക്കെ ഒന്ന് കൈകൊണ്ട് ഒന്ന് ചെറിയ പീസുകളാക്കിയിട്ട് ഉതിർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ടിയല്ല, നമ്മളൊന്ന് കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ചെറിയ പീസുകളായിട്ട് വരും കേട്ടോ. ഇപ്പം നല്ല സോഫ്റ്റ് സേവയും ഇഷ്ടം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കഴിക്കണം. അപ്പം അതിന് മുമ്പ് ഒന്ന് മേല് കഴുകലും പിന്നെ ചെറുതായിട്ടൊരു കിച്ചൺ ക്ലീനിങ് ഒക്കെ ഉണ്ടാവും. ഇത്രയൊക്കെയാണ് കേട്ടോ വൈകുന്നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇങ്ങനെയുള്ള പാലക്കാടൻ വിശേഷങ്ങളും പാലക്കാടൻ ഫുഡ്സൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. മേലുകഴുകലൊക്കെ ഒന്ന്
കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഫുഡ് കൊടുത്തതിന് ശേഷം ഞാൻ മേല് കഴുകിയിട്ട് വരും, എന്നിട്ടൊന്ന് കഴിക്കണം കേട്ടോ. പിന്നെ കിച്ചൺ ക്ലീനിങ് ഒന്നും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോസ് ഒരുപാട് ലെങ്തി ആയിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ തന്നെ മറക്കണ്ട, ഇതുവരെ സേവ് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ടുണ്ടോ ഇല്ലേ എന്നൊന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നൂൽപുട്ടും അതുപോലെ തന്നെ നമ്മൾ ഇടിയപ്പമൊക്കെ കഴിക്കുന്നതിനേക്കാളും അരി അരച്ചിട്ട് ഉണ്ടാക്കണ സേവിയും ഇഷ്ടം, അതുപോലെ സേവിയും സാമ്പാറും കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഉറപ്പായിട്ട് ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.